ഇതേത് ഷോട്ടാണ്? എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കണേ. കണ്ണാപ്പി ഞാനിവിടെ ബോധം വന്നത് ഇപ്പോഴും ഇവിടെ. പേരെന്താ? എന്റെ പേര് ഷാജിപ്പാ. വാസണ്ടല്ലേ? ഇവിടുന്ന് ആര് കൊണ്ടുവന്നു നമ്മളെ? ഞാൻ വണ്ടി എടുത്ത് വന്നു. വണ്ടി എങ്ങനെ കിട്ടി? ഞാൻ സാൻഡിയില്ല. എനിക്കൊന്ന് ഡ്രസ് മാറണമായിരുന്നു. ഡ്രസ് മാറാൻ കൊരങ്ങനായിട്ടിരിക്കുവോ ഞാൻ? എടാ ഒന്ന് 3038 വരാം അവിടെ ലോല. മറ്റേ ഇത് ഡിസ്കോഡിൽ ഇറങ്ങി. ആളവിടെ പോയി. ഹലോ ഹലോ, ഇത് എത്ര നിലയുള്ള ബിൽഡിങ്? എന്നെ ഷോക്ക് അടിപ്പിക്കാൻ കൊണ്ടുവന്നാണോ ഇത്? തുറക്കൂലേ ഇത്? ഇവിടെ നിൽക്കുവായിരുന്നോ? ഓക്കെ. എന്തൊക്കെ പരിപാടികളാണ്. ഡിഫൻഡറൊക്കെ ഉണ്ട് കേട്ടാ. എഞ്ചിൻ പണി വന്ന ഡിഫൻഡറാണ് കേട്ടാ. മോളിൽ പോകുന്നു. ഓണാക്കിയപ്പോഴത്തേക്ക് ഓണാക്കി കൊല്ലുന്നോ? എന്താ മനസ്സിലായില്ല. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം. ഹലോ, ഡ്രസ് മാറിയിട്ട് വരാം. മുമ്പില് നമുക്ക് 4-5 ഡിഫൻഡർ ഒക്കെ എടുത്തോണ്ട് വാസവണ്ണ പിക്കാൻ പോയല്ലോടാ. വേഷമാറിയിരിക്കുന്നല്ലേ? ഈ വേഷത്തിലാണ് ഇവിടെ വന്നത്. എന്തൊരു കട്ടുണ്ട്. അണ്ണനെല്ലാം ഒന്ന് വാർന്ന് പറഞ്ഞൂടെ അണ്ണൻ എവിടെ പിന്നെ കിടലായിരിക്കൂലേ? 5 ഡിഫൻഡർ പിക്കാൻ വരുന്നത്. ഇന്നലത്തെ ഷർട്ട് എത്രയാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ ഇവിടെ ഒന്ന് മാറിയതാ. ഇന്നലത്തെ ഷർട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ലാസ്റ്റിൽ എവിടെയായിരുന്നല്ലോ അത്? ഡിഫൻഡർ മൂഞ്ചില്ലോടാ. 713. ആ തുടങ്ങി എല്ലാം. 550, 68, 95, 46. അണ്ണാ ഇന്നലത്തെ അവിടത്തെ നമ്പർ അല്ലേ ഇവിടെ ഡ്രസ് വേറെയാണേ? ആണല്ലേ? അതെ 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 അതെ. എടാ ബ്ലാക്ക് ഷർട്ട് ഏതാണെന്ന് പറഞ്ഞു തരൂടാ. ഷർട്ടൊന്നും ഇല്ല ഇവിടെ. ഞാൻ നോക്കിട്ട് ഇല്ല. ഇന്ത്യൻ ഷർട്ട് ഉണ്ട്, കസ്റ്റം മറ്റേ സാധനം ഒന്നും ഇല്ല. എന്റെ പഴയ ഡ്രസ് ഉണ്ടോ ഏതെങ്കിലും? അത് കാണും, അത് കാണും. മറ്റേ കോട്ട് കാണും. മറ്റേ പച്ചക്കോട്ട് വേണ്ട. പച്ചക്കോട്ടല്ല, മറ്റേ കോട്ടുണ്ട്. അത് എൻഗെയിമാ. ആണല്ലേ? അതെത്ര ആണെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരും ആരെങ്കിലും? പിന്നെന്താണ് കണ്ടുപിടിക്കുന്നില്ലേ? ഇവിടെ ഉണ്ട് 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 കേട്ടോ. ഞാൻ വന്നല്ലോ. അതാണ് അത് തന്നെ അത് തന്നെ. അപ്പൊ ഞാൻ തപ്പണ്ട. ഗ്യാങ് ഡ്രസ് മാറിക്കടാ വലിയ മോനെ. ഗ്യാങ് ഡ്രസ് തന്നെ ഇടണോ? ഡ്രസ് എന്താ ഇടണം? ഇഷ്ടമുള്ള ഇടട്ടെ? ഇവരിട്ടേക്കുന്ന ഡ്രസ് നീ ഇതൊക്കെ എന്തൊരു ഈ കോട്ടൊന്നും എനിക്കറിയത്തില്ല. ഇവരൊക്കെ ഈ പണിയെടുക്കുന്നവരാ. ഞാൻ
ആ ലഗ് അതേന്ന് മതി. ക്യാഷ് നോൺ സേവ്. പക്ഷെ പാന്റ് ഏതോ തൊലഞ്ഞ പാന്റാ കേട്ടോ. ഇതൊന്നും ഇതാരാ? അണ്ണാ കൂട്ടുണ്ട്. ജയറാമാ. അക്സസറീസ് ഗ്ലാസ്. ഈ കോട്ട് കണ്ണാടി ഇല്ല കേട്ടാ അണ്ണാ. കോട്ടിട്ടമാരെ കോട്ട് പറഞ്ഞേ. എന്റെ മുടിയില്ല ഇവിടെ. നമ്മുടെ കണ്ണാടി ഇല്ലേ ഇവിടെ? നമ്മുടെ കണ്ണാടി ഇല്ല കേട്ടാ. സാവിജേ എടാ 788. എന്തിരി കറക്റ്റ് ചക്രമത്തിലെ ദിലീപിന്റെ ഹെയർ സ്റ്റൈൽ ആണല്ലോ ഇത്. ചക്രമത്തിലെ ദിലീപാ. ഇത് കറക്റ്റ് അത് തന്നെ. ഇത് ഫ്രണ്ട്സിലെ ജയറാം. അടുത്തത് അടുത്തത് ഇതെന്താ? 31. ആ അടുത്ത് ലെഗ്സ് 24. ഷൂസ് ഇഷ്ടമുള്ളത്. പിടിച്ചാ? 24. പിന്നെ അടുത്ത് അടുത്തൊന്നും ഇല്ലടാ. വാ അവനെ എന്നാ ഹെയർ മുടി വെട്ടണ്ട, മുടി 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 വെട്ടണം. പാന്റ് കൂടെ മാറിക്കട്ടെ. ഈ പാന്റ് കൊള്ളത്തില്ല വെച്ച്. ആ, ഈ മുടി വെച്ചിരുന്നോണ്ട് എന്റെ പ്ലാൻ മുഞ്ചി പോയത്. എന്റെ മുടി എന്താണോ പാന്റ് കാറ്ററിംഗാരാക്കില്ല. എടാ ഈ കൈ വല്ല ഫ്രണ്ടിൽ നിന്ന് മാറിയതാടാ. ഈ കയ്യോ ഇത് കാണണ. ഇത് ആരാ ഈ നിക്കുന്നേ? ഏതാ ഞാനാ? അല്ല ഞാൻ എന്നെ തന്നെ പറഞ്ഞതാ മയില്. ഉസ്മാനാ. അണ്ണന്റെ മറ്റേ പാന്റ് ഇല്ല അണ്ണ. ആ പാന്റ് കാണുന്നില്ലടാ എന്റെ. എടി ഇത് ആരാടാ എന്റെ ഫ്രണ്ട് നിക്കണേ? ആ ബാബാ ഒന്ന് മാറിക്കോ. ചന്തി ഒന്ന് മാറ്റുവാ ബാബാ പ്ലീസ്. ഒന്നും കാണില്ലേ അപ്പാ? ഇവിടെ നല്ലൊരു ബാഗി പാന്റ് ഇല്ലല്ലോ അപ്പാ. അണ്ണൻ ബാഗ് ഒക്കെ ഇട്ട് തുടങ്ങിയ ഇതല്ലേ നീ തെറ്റിപ്പോയത്. കുറ്റം പറയാൻ പറ്റത്തില്ല. അതെ മൊട്ടയാണല്ലോ പപ്പ. സുന്ദരനായില്ലേ? ഇവിടെ എനിക്ക് മുടി ഇല്ല. മുടി അഡ്മിനോട് പറഞ്ഞ മറ്റേ ഇത് ഒരു നല്ല ബാഗി പാന്റ് ഇല്ല. ഇവിടെ എല്ലാം ഇങ്ങനത്തെ പാന്റ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടെ പിന്നെ ഒരു ബാഗ് ആയിട്ട് കിടക്കുന്ന പാൻസ് എന്ന് പറഞ്ഞത്. ഇത് കെവിനാണോ? മുടി മാറ്റുന്ന മുടി മാറ്റണ്ട. ഒരു രസമില്ല. അപ്പാപ്പോയ് ഓ പറ മനവില്ലു. മറ്റേ അതിന്റെ കോഡ് എന്തായിരുന്നു? ഏത്? ഞാൻ ഇതുവല്ല തന്നെ ഇടാൻ കഴിയും. സമയം പൊക്കോണ്ടിരിക്കുന്നു. അത് മതി. ഹെയർ മാറ്റന്റെ ഹെയർ മുടിയുടെ ഇങ്ങി വാ. എനിക്ക് മുടിയാട്ടം കടയാൻ അഡ്മിൻ ആരെങ്കിലും ഇട്ടത്. അണ്ണാ ഹെയർ മാറ്റുന്നില്ലേ? മാറ്റണം മാമാ. അണ്ണ ഒരു മുടിയിലൊക്കെ എന്തുണ്ടെന്ന് ഇപ്പഴാ മനസ്സിലായണ്ണ. ഒരു മുടി മാറി ഓപ്ഷൻ വരും. അതില് ചേഞ്ചുകൾ ഈ മുടി വെച്ച് കണ്ട് മാസ് ഡയലോഗ് അടിക്കുന്ന അണ്ണന്റെ പാന്റ് നോക്കി. എടുത്ത് എന്റെ വന്നാ? കൊരങ്ങനെ വന്ന് ഇതെങ്ങനെ ഇവിടെ ഉള്ളത് കിട്ടിയത് തന്നെ ഇഷ്ടം പാടാ. അത് പോയി. അണ്ണാ, ഇത് മുടി വെട്ടണം മുടി. അണ്ണാ ആ പാന്റ് ഉണ്ടെണ്ണ അവിടെ. അയ്യോ ഒന്നും ഇങ്ങോട്ട് മാറി. സത്യമല്ലേ ഒരു ഹെയർ മാറിയപ്പോ ഇതിൽ അപ്പിയറൻസ് എവിടെ? ഇതിൽ അപ്പിയറൻസ് എവിടാ? ചേഞ്ച് ക്ലോത്തിങ് അപ്പിയറൻസ് ഹെയർ. നോക്കണ ഹെയർ മാറിയപ്പോ തന്നെ കണ്ട. ഐബ്രോസ് എവിടെയാണ്?
ഐബ്രോസിന്റെ ഒപ്പാസിറ്റി മുടിയിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നോക്കണേ. നോക്ക്, ഒരു മുടി മാറിയപ്പോഴേ. അപ്പൊ ഇവിടെ കിട്ടിയത് തന്നെ വലിയ കാര്യം. ഇതൊക്കെ പാന്റ് കൊള്ളത്തില്ലടാ, ഒന്നും ഇട്ട് ഇവിടെ കൊറേ അമ്മമാർക്ക് ദഹിക്കുന്നില്ല. ഒരു ഒറ്റ വട്ടോടെ മാറ്റിയോ, ഒറ്റ വട്ടോടെ. ഈ റീഷേഡ് ഞാൻ എടുത്ത് കളയട്ടെ ഗൈസ്. നിങ്ങൾക്ക് ഇത് കാണാൻ ഭയങ്കര വൃത്തിയോടല്ലേ? പണ്ട് എന്ത് രസമായിരുന്നല്ലേ നമ്മുടെ സ്ക്രീൻ കാണാൻ. അണ്ടി ബാറ്ററിന്റെ ഓണർ ആയോണ്ടാണ് സിബ് പറഞ്ഞിട്ടിരിക്കണേ. നീയല്ലേ പറഞ്ഞത്? ഞാൻ റീഷേഡ് എടുത്ത് കളയാം ഗൈസ്. അടുത്ത ലൈവോട്ട് മാറ്റാം, അടുത്ത ലൈവോട്ട് മാറ്റാം, അടുത്ത ലൈവോട്ട് മാറ്റാം. ഞാൻ റീഷേഡ് എടുത്ത് കളയണം. ഞാൻ ഇങ്ങോട്ട് വെക്കണ്ട, ഇങ്ങോട്ട് വെക്ക്. ക്ലാസ് ആയിട്ടില്ലേ? അത് കൊള്ളാലോ. പോടാ. ആ ഇത് സെറ്റ് സെറ്റ് സെറ്റ്. അത് കൊള്ളായിരുന്നോ? ഇതല്ലേ ഇത്? ആ ഇത് ഇത് തന്നെ കുഴപ്പമില്ല. ഇത് മതി. ഇതല്ലോ ബ്ലാക്ക് ഇല്ല. ഇതാണോ നമ്മള് ഇത് കൊള്ളാം, ഇത് കൊള്ളാം. മറ്റേന്റെ ഒക്കെ സിബൊക്കെ തുറന്നു കൊടുക്കുക. നടക്കാല്ലേ? എങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ടാ. എടാ ഈ റീഷേഡ് ഓഫ് ആക്കണ എങ്ങനെയാടാ? ഹോം ആക്കിട്ട് അതെല്ലാം ഓഫ് ചെയ്തിട്ട് പിക്ക് ഇറക്കണത്. എന്താടാ? ഹോമേക്കിട്ടെ ആ ഓഫ് ചെയ്തിട്ടാ മതി. ടിക്ക് ഓഫ് ചെയ്ത് കോട്ടിന്റെ കൂടെ ഒരുത്ത മുണ്ട് ഇട്ടോണ്ട് വരുന്നുണ്ടേ. വെറൈറ്റി ആണോ? എടാ സെലക്ട് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. സൈഡില് സൈഡില് സെലക്ട് ചെയ്ത ടിക്ക് അങ്ങ് മാറ്റി. സൈഡ് ടിക്ക് നമ്മള് നാടൻ സൈഡിലെ ആളാണ്. ഇപ്പൊ പോലെയായി. ഒരു ആവശ്യമില്ലായിരുന്നു. ഷാഡോസ് ഓൺ ആക്കണ. അതായി ഷാഡോ ഓഫ് ആയി കിടക്കട്ടെ. അത് സെറ്റിംഗ്സില് സെറ്റിംഗ്സിലെ ഗ്രാഫിക്സ് എടുത്തിട്ട് ഷാഡോസ് ഓൺ ആക്കും. പ്രതികാരമാണല്ലോ സാവേജെ. ഗ്രാഫിക്സ് എടുത്തിട്ട് ഹെൽപ്പ് ഇരുട്ടായല്ലോ. ഇരുട്ടാ? നിങ്ങൾക്ക് അതൊക്കെ മാറുന്നുണ്ട്. രാവിലെ ആയല്ലോ. അതില് ഷാഡോ ക്വാളിറ്റി അല്ല, താഴോട്ട് പോകുമ്പോഴേ ഗ്രാഫിക്സില് മറ്റേ ഇതുണ്ടാവും. സെറ്റായോ? ഓക്കെ ഓക്കെ. അയ്യോ വാ വാസുവിനെ വാ. ഞാൻ എന്റെ ഗ്രാഫിക്സ് ഫുള്ള് റീസെറ്റ് ചെയ്യാൻ പോണു കേട്ടോ അടുത്ത ലൈവില്. ഇപ്പൊ കറണ്ട് കാണത്തില്ല കേട്ടോ വാസുവിനെ. എന്താ ബാബാ? ഇനി ഒരാഴ്ചന്റെ വേണ്ടി കറണ്ട് കാണത്തില്ല. ഓക്കെ സൂപ്പർ. ഒരു മിനിറ്റ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാം റെഡി അല്ലേ? ഏതാ വണ്ടി? ഏതാ? കൊറേ ഡിഫൻഡർ ഉണ്ടല്ലോ. വാ വാ, ബാക്കിലോട്ട് ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. റേഡിയോക്കകത്ത് കേറാ. നമ്മളുണ്ടല്ലോ റേഡിയോയില്. ചന്ദനം മണക്കാണ്. അപ്പിയറൻസ് സെറ്റാക്കി. ഇനി എന്ത് അപ്പിയറൻസ് സെറ്റാക്കാനാ? എക്സിക്യൂട്ടീവ് ഡ്രസ് ഇട്ടോടെ അവരെ കണ്ടില്ലേ? എനിക്ക് എന്റേതായിട്ടുള്ള ഐഡന്റിറ്റി ഇല്ലേ? അവർക്ക് ഐഡന്റിറ്റി ഇല്ലെന്നല്ല ഞാൻ പറയാം. ഞാൻ ആ ഡ്രസ് പണ്ട് തൊട്ടേ എല്ലാ ഇവന്റ്സിനും ഇത് തന്നെ. മനസ്സിലായ? കണ്ണാപ്പി എന്ത്? എനിക്കറിഞ്ഞൂടാ. കണ്ണാപ്പി എവിടെടാ? ഹലോ റേഡിയോ എത്ര? 81 കുറച്ചു പേർക്ക് ആർക്ക് കേറാൻ പറ്റുന്നില്ല.
TKRP സെർവർ നിർത്തി. ഇതിനെ പറ്റി അറിഞ്ഞൂടാ ബ്രോ. TKRP നിർത്തിയോ? എടാ TKRP നിർത്തിയോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല TKRP നിർത്തിയോ? വാസവൻ വർഷങ്ങൾക്ക് പുറകിലാന്നോ? അല്ല അങ്ങനല്ല, ഞാൻ അത് ഓടുന്നുണ്ടായിരുന്നു വിചാരിച്ച. അത് ഓടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ കൂടെ ഇറങ്ങി. അല്ല വാസവൻ അത് ഉണ്ടായിരുന്നു. അത് HRP എന്ന് പറഞ്ഞ പേര് മാറ്റിയായിരുന്നു. HRP എന്ന് പറഞ്ഞ് നടത്തുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നത് പിന്നെന്താ ഫിനാൻഷ്യൽ ഇത് ബേസിസിൽ അവർ നിർത്തിയത്, സ്റ്റോപ്പ് ചെയ്തു. വാസവൻ ഗ്യാങ് ഹൗസിലോട്ട് പോവാം. ഗ്യാങ് ഹൗസിലാണ് വണ്ടി ഫാക്ടറി. എടാ നിനക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ അറിയണം, വണ്ടിക്കാൻ തിരിയടാ. ഞാൻ ചോദിച്ചല്ലോ. ഇവരെ ഇറക്കി നമുക്ക് പുറകിലത്തെ വണ്ടി കയറ്റിയാലേ. അതെ എന്താ അല്ലേ ഇത്? ചോദിക്കത്തില്ല. ഇത് ഞങ്ങളുടെ എന്റെ ഇൻവെന്ററി കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴും മറ്റേ ജഞ്ചിയിലിട്ടേക്കാം. ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ സെർവറിലാണ് PvP എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവരൊക്കെ വേറെ വേറെ എടാ വണ്ടി അകത്തോട്ട് കയറ്റണ്ട, മറ്റേ റോഡിൽ തന്നെ ഇട്ടിരുന്നാ മതി. നിരത്തി ഇവിടെ ഈ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ ഈ വണ്ടി കിട്ടും. ഇതുപോലെ നീ മിണ്ടാതിരിക്കുന്നതിന്റെ കേട്ടതല്ലത്. മിണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഇത് ഇപ്പോഴാണല്ലേ ഒരു GT ലുക്ക് വന്നേ. അപ്പൊ നിങ്ങൾക്ക് 2 ദിവസം ഇത് അപരാധം പിടിച്ചതാണെന്നെങ്കിൽ വാ തുറന്ന് പറയാറുന്നല്ലോ. അല്ലെങ്കിൽ അണ്ണന്റെ പാന്റ്, അണ്ണന്റെ അണ്ടി, അണ്ണന്റെ കശുവണ്ടി എന്നൊക്കെ പറഞ്ഞ് സ്പാം ചെയ്യുമായിരുന്നല്ലോ. നിങ്ങൾക്ക് കാണാൻ കൊള്ളത്തില്ലാതെ വാ തുറന്ന് പറയാറുന്നല്ലോ നിനക്കൊക്കെ. അന്നേരം വായിക്കാത്ത എന്തായിരുന്നു? അകത്തോട്ട് കയറണ്ട. പണിക്കാരൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പണിക്കാരല്ല, അത് കണ്ണാപ്പിയാ. ഇത് പണിക്കാരനൊക്കെ ഇപ്പൊ ഗ്യാങ്സിലെത്തിയ. എടാ കണ്ണാപ്പി, ഇത് ആദ്യമായിട്ട് ഈ സിറ്റിയിൽ വരുന്നവരുടെ തലയിലാണ് ഇങ്ങനെ. വല്ലപ്പോഴും ഒരു പ്രാക്ടീസിനെങ്കിലും വന്നിരുന്നെങ്കിൽ ഇതിങ്ങനെ തല വരൂലായിരുന്നു. മനസ്സിലായ? ടിവിയുടെ ഒരു പ്രാക്ടീസിനെങ്കിലും, ഒറ്റ ഒരു പ്രാക്ടീസിനെങ്കിലും വന്നിരുന്നെങ്കിൽ ഇതിങ്ങനെ തല വരത്തില്ലായിരുന്നു. മനസ്സിലായ? ആ എന്തോ പറയാൻ വന്നല്ലോ, റിപ്ലൈ പറ. SMG ആഷ് ഫ്രൂട്ടില് ജീവിതത്തില് കേട്ടെ എല്ലാം ഇത് തന്നെ. എന്റെ തലയ്ക്ക് മോളി അന്ന് ഒറ്റ പേരേ ഉള്ള അപ്പാപ്പ. അയ്യോ അപ്പാപ്പന് വേടാവല്ലേ. പെട്ടെന്ന് പറഞ്ഞില്ല അപ്പാപ്പ, ഞാൻ യുവമാരെ ഇതാക്കാൻ വേണ്ടി മാസം അടിക്കാൻ നോക്കിയതാ. പക്ഷെ എനിക്ക് കൊണ്ടത് നല്ലപോലെ കൊണ്ട്. പണ്ടത്തെ ഒരൊറ്റ പേര് എന്ത് കുണ്ടച്ചി. ആലോചിച്ച് നോക്ക്. എന്റെ പണ്ടത്തെ വെടി വെക്കുമ്പോള്ള പേരെന്തരാന്ന്? കണ്ടിട്ട് ഒന്നിച്ചാണ് അണ്ണാ ആലോചിച്ച് നോക്കി ഇരുത്തി. അതൊക്കെ മറക്കാൻ പറ്റുവാണ് അന്തരിക്കിങ് ആണോ? അല്ല അണ്ണാ, പണ്ട് പിക്ക് വരുമ്പോഴേ കണ്ണ ഒരു പേര് കാണിക്കത്തില്ല അണ്ണാ. MG കണ്ണാപ്പിയോ? അല്ലണ്ണാ, പിന്നെ എല്ലാം തെറ്റി. ആലോചിച്ച് നോക്കിയണ്ണ. വെണ്ട സാമുകുട്ടൻ. ഓ അതൊന്നും വലിയ ഏതൊക്കെ എന്നേ മറന്നു. ഇവിടെ ചാറ്റിലാരോ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് പോലും. അതൊക്കെ അങ്ങ് മറക്കാൻ പറ്റുവാ. ഞാൻ മറന്നുപോയി, സത്യം ഞാൻ മറന്നുപോയി. ഹലോ ദൈവം, മറ്റേ സാധനം വന്നിട്ട് തന്നെ. അത് ദൈവം പറഞ്ഞേ. കാരണം നിനക്ക് തന്ന സമയത്ത് നീ പട്ടി വരെ ഓർത്ത്, അതുകൊണ്ട് ഇത് സൗകര്യമില്ല. വേണേ കടയിൽ പോയി മാറാൻ. തന്ന സമയത്ത് ഒരുത്തൻ വന്ന് ഒരുത്തന് ആദ്യത്തെ POV ബഗ്. ഇപ്പൊ തന്നേലും ഒരുത്തൻ എന്താടാ ലക്ഷ്യം മുണ്ടൊക്കെ കൊടുത്ത് എളുപ്പത്തിന് വേണ്ടി. എളുപ്പത്തിന് വേണ്ടിയാ? നിന്റെ അണ്ടി എല്ലാം അവിടെ തല്ലടെ. അങ്ങനെ കുറെ
അപ്പൊ ഇതേമാതിരി കോട്ടക്സ് ബാഗ് വിഷയായിരിക്കും. കെവിനെ കാണാൻ എക്സിക്യൂട്ടീവ് സത്യം കെവിന് നല്ല രസമുണ്ടായിട്ട് ഇന്ന് കാണാൻ. കമ്മലും കൺമശി കറക്റ്റ് കുണ്ടൻ എ ക്ലാസ്. പിന്നെ വേറെ വെർഷൻ വേറെ ആ പക്ഷെ ലോലൻ എല്ലാം കൊള്ളാം. ലോലന്റെ മുടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മറ്റേ റീൽസിലൊക്കെ തമിഴ്നാട്ടിലെ പിള്ളേരെ മറ്റേ തലയ്ക്ക് കള്ളടിക്കൂലേ, അതുപോലെ ഇരിക്കുമല്ലേ ലോലന്റെ മുടി. ഞാൻ എന്താ പറയാ ഇവന്മാർക്ക് ഇത്തിരി സൗന്ദര്യം കൂടുതലല്ലേ വാസവനെ? നമുക്ക് കുറച്ച് കരിവാരി മോന്തൊക്കെ കൂടുന്നുണ്ട്. ലോല കേട്ടോതെ അപ്പാപ്പന് ഭയങ്കര ഈഗോണല്ലോ. ഇവിടെ ചാറ്റിൽ ഒരുപാട് വിഷങ്ങള് പറയണ കേട്ടാ. നിന്റെ തലമുടി നിന്റെ ലുക്കും എല്ലാം കറക്റ്റ് പുള്ളിങ്കോ പോലെ ഉണ്ടെന്ന്. വെറൈറ്റി അല്ലേ? ചപ്പിരിയാണെന്നാണ് എല്ലാരും പറയണത് ഇവിടെ ചാറ്റില്. വിഷങ്ങളാ മൈൻഡ് ആക്കണ്ട. നമുക്ക് ആവശ്യം ഇതെങ്ങനെ പറയണം? മൈൻഡ് ചെയ്യണ്ട എല്ലാ വിഷങ്ങളാ. ഇതെന്താ രണ്ട് കളറുള്ള മുടി? എന്റെ മുടി ഇല്ല. ഇത് കൊള്ളാം. പക്ഷേ അല്ലേ നിനക്ക് ഇവര് ചേരുന്നുണ്ടല്ലോ വാസവനെ? ഇവന് ചേരുന്നുണ്ട് നമ്മളെ. ഇത് കൊള്ളാടാ. ഇത് നീ ഇത് ഫിക്സ് ചെയ്തല്ല നിനക്ക് പെർമനന്റ്? വേണ്ടേ? രസമായിരിക്കും. ഇതുവരെ മുടിയില്ല കേട്ടാ. ജിഗുരു വെറൈറ്റി ആണ് കേട്ടാ. ലെഫ്റ്റിൽ നോക്കുമ്പോ വേറൊരു, ലെഫ്റ്റിൽ നോക്കുമ്പോ നീ കുറച്ച് മറ്റേ മുടയുള്ളവൻ. ലെഫ്റ്റി റൈറ്റിൽ അല്ല റൈറ്റിൽ നോക്കുമ്പോ നീ മുടയുള്ളവൻ. ലെഫ്റ്റിൽ നോക്കുമ്പോ ഒരു ക്യൂട്ട് കൊറിയൻ ബോയ്. റൈറ്റിൽ നോക്കുമ്പോ ഷൊണ്ണ, ലെഫ്റ്റിൽ നോക്കുമ്പോ മൊണ്ണ. രണ്ടും ഇല്ലല്ലേ? എന്താടാ താനോ പൊങ്ങത്തില്ല. കൊണ്ട് നടക്കുന്നവനെ പയ്യനൊക്കെ. അവന് ഈഗോ വാസവനെ. നീ പേര് കൊടുത്തിട്ടില്ലേ മീറ്റപ്പില്?